ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേക്കിലുള്ള കോർണിഷ് എന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ ഹോട്ടലിലെ വിശേഷങ്ങൾ പതുക്കെ കാണാം. ഈ ഹോട്ടലിനെ പറ്റി എൻ്റെ നെയ്ബേഴ്സൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ബർത്ത്ഡേ ആയ സമയത്ത് നമ്മൾ ഫാമിലിയായി ഇവിടെ വന്ന് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. പുഴയിലേക്ക് ഉന്തി നിൽക്കുന്ന ഈ ഹോട്ടൽ കാണുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത വൈബ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ പോകണം എന്ന് വിചാരിക്കും. മനോഹരമായ ഈ ഹോട്ടലിൻ്റെ ഈ ഉൾഭാഗം നമുക്കൊന്ന് കാണാം. ഇവിടെ കാണാൻ തന്നെയാണ് കൂടുതൽ ഉള്ളത്. മുമ്പോട്ടേക്ക് പോകാൻ ഒരു പാലമുണ്ട്. അതായത് ഈ ഏരിയ വെള്ളത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മളെ ഒരു ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ? ചിക്കൻ ഐറ്റംസ് ആണെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, ലോഡഡ് ഫ്രൈസ് ഉണ്ട്, ഉണ്ട്, അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, റൈസ് ഉണ്ടോ? റൈസ് കിട്ടുമോ? ഇല്ല, ബിരിയാണി, അൽഫാം, മന്തി ഒന്നും ഇല്ല അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ കിട്ടും? ഡ്രിങ്ക്സ് ആണെങ്കിൽ ഷേക്സ് ഉണ്ട്, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്, ചായ, കോഫി എല്ലാം അവൈലബിൾ ആണ്. സമയം പറയൂ. 4 മണി ടു 2 മണി വരെ. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 2 മണി വരെ. ഭയങ്കര ഇതല്ല. എങ്ങനെ ആളുകളെല്ലാം വരാറുണ്ടോ അവിടെ? ഇവിടെ ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് ആയിരുന്നു അല്ലേ? എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്? മാരേജ് അങ്ങനെയാണോ? ഈ പാർട്ടീസ് ഒക്കെ. പാർട്ടീസ് ആണ്. എങ്ങനെ ഇവിടെ ഇതെല്ലാം ചെലവെല്ലാം എങ്ങനെ? നല്ല കോസ്റ്റ്ലി ആണോ? ഇല്ല, നോർമൽ റേറ്റ്. നോർമൽ ആണോ? നോർമൽ റേറ്റ്. കോസ്റ്റ് ഒന്നും എക്സ്ട്രാ ഇല്ല. ഓക്കേ, താങ്ക് യു. എന്നാ പേര്? താങ്ക് യു. ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. രാത്രി 2 മണി വരെ ഇത് ഓപ്പൺ ആണ്. അപ്പോൾ അതിനെപ്പറ്റി അഫ്സൽ നമ്മളോട് സംസാരിച്ചു. പ്രധാനമായും പാർട്ടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം പാർട്ടി നടത്താനുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഈ ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് പാലം, മറ്റേ ഭാഗത്ത് റെയിൽവേ. ഇതിന് നടുക്കാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. സൈഡിലായി കുറേ സ്റ്റാളുകളുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചൈനീസ്, അറബിക്, അങ്ങനെ കുറേ ചെറുപ്പക്കാരെയും നമുക്ക് കാണാം. ഇതൊക്കെ സെർവ് ചെയ്യുന്ന കുട്ടികളായിരിക്കാം. ഇവിടെ ഏതൊക്കെ തരം
ഭക്ഷണം നമുക്ക് കിട്ടും എന്ന് ആ കുട്ടികൾ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ചിലത് കേട്ടാൽ നമുക്ക് ഒരു പരിചയവും തോന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് അത് അവിടെ കിട്ടില്ല എന്നവർ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ സീറ്റുകളൊക്കെ കാലിയാണെങ്കിലും രാത്രി 2 മണി വരെ ഓപ്പൺ ആക്കുന്നത് കൊണ്ട് ആളുകൾ പതുക്കെ വരുന്നതേ ഉള്ളൂ. കുറച്ച് കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ബേഗൽ കോർണിഷിൽ ഈ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും കയാക്കിങ്ങിന് പല ഗുണങ്ങളും ഉണ്ട്. സൈഡിലായി കുറേ ബോട്ടുകൾ കരക്കടുപ്പിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അരണ്ട ഈ വെളിച്ചത്തിൽ അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെ ഉണ്ട്. കുട്ടികളെയും കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ഊഞ്ഞാലുകളൊക്കെ ഒരു ഭാഗത്തായി കാണാം. മരത്തിന് മുകളിൽ പല ലൈറ്റുകൾ കൊണ്ടും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കാണാൻ തന്നെ രസമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ കാസർഗോഡ് പോവുകയാണെങ്കിൽ ബേക്കൽ പുഴയുടെ താഴെയായി കാണുന്ന ഈ കോർണിഷ് എന്ന ഹോട്ടലിലേക്ക് നിങ്ങൾ എന്തായാലും വരണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചെത്തുന്നതാണ്.